റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് നടക്കുന്ന ഒരു ക്രൈമാണിത്. അപ്പോൾ ഇവിടെ ഒരു ക്രൈം, ഇത് പേപ്പർ ലീക്കിനെ തുടർന്ന് എന്താണ്, അതൊരു ക്രൈം. അതിനെ തുടർന്ന് 5-ലേറെ വിദ്യാർത്ഥികൾ അവർ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പിള്ളേർ ആത്മഹത്യ ചെയ്തത് മറ്റൊരു ക്രൈം, അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്, അതിന് സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ 1-ലേറെ ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുള്ളതിന് ഉത്തരവാദികൾ ഉണ്ടാവണം. ആ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ന്യായമുണ്ടാകുള്ളൂ, നീതി ലഭിക്കുള്ളൂ. ഇവിടെ ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം രാജിവെച്ചുകൊണ്ട് അതിനുശേഷം ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് അവർക്കെല്ലാം എതിരെ നടപടി സ്വീകരിക്കുകയും ഈ വിഷയത്തിൽ ഒരു നീതി ഉറപ്പാക്കുകയും വേണം. ആ ആവശ്യമാണ് ഈ യുവാക്കൾ ഉയർത്തുന്നത് ഇന്നത്തെ ഇവരുടെ ഈ കൂട്ടായ്മയിൽ. അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സാധാരണക്കാരുടെ പ്രതിനിധി എന്ന രീതിയിൽ, സ്ത്രീകളുടെ പ്രതിനിധിയുള്ള എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ. സാധാരണ രീതിയിൽ ഇത്തരം പുതിയ മുന്നേറ്റങ്ങളിൽ സംശയദൃഷ്ടിയോടെ കാണാറുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. എന്നാൽ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് ആണ് സംശയദൃഷ്ടിയോടെ കാണുന്നത്. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഇത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിനെതിരെ ഒരു യുവ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിനോട് ഈ ഒരു സമീപനമാണോ സ്വീകരിക്കേണ്ടത്? അല്ല, അതൊക്കെ ആ പാർട്ടി തീരുമാനിക്കേണ്ടത്, ഓരോ പാർട്ടികളുടെയും തീരുമാനം. ഇവിടെ ഇപ്പോൾ എന്താണ്, നമ്മൾ ഈ പാർട്ടിക്ക് അങ്ങ് ക്ലീൻ ചിറ്റ്, ഈ കൂട്ടായ്മയ്ക്ക് ഒരു CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ പ്രസ്ഥാനത്തിന് ഒരു ക്ലീൻ ചിറ്റ്, ഒരു ബ്ലാങ്ക് ചെക്കൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ അവർ ഉയർത്തുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ, വിദ്യാർത്ഥികൾ അവർ പരീക്ഷ എഴുതിയത് അത് പേപ്പർ ലീക്കായി എന്നുള്ളത്, അല്ലെങ്കിൽ 5 പേർ ആത്മഹത്യ ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് വലിയൊരു ആഘാതമുണ്ട്. ഇത് എഴുതിയ ഓരോ കുടുംബവും അവരുടെ ഒരു തുണ്ട് ഭൂമി അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും പണയം വെച്ചുകൊണ്ട്, അതല്ല എങ്കിൽ ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ആളുകളിൽ നിന്നൊക്കെ ലോൺ വാങ്ങി. കാരണം ഇതിൻ്റെ കോച്ചിങ്ങിന് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാകുന്നത്. അങ്ങനെ പിന്തുണയുമായി ആനി രാജ എത്തുകയായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭ വേദിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.